ISLന്റെ 10ാം സീസണിൽ മികച്ച തുടക്കം തന്നെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ലഭിച്ചത്. ആദ്യ 2 മത്സരങ്ങളിലും മിന്നും വിജയം. ISLന്റെ ചരിത്രത്തിൽ ബ്ലാസ്റ്റേഴ്സിന് മികച്ച തുടക്കം തന്നെയായിരുന്നു. എന്നാൽ ഇപ്പോൾ കഥ മാറി. നിലവിൽ പോയിന്റ് ടേബിളിൽ 2ാം സ്ഥാനത്താണെങ്കിലും മറ്റ് മുൻനിര ടീമുകളെക്കാൾ മത്സരം കൂടുതലാണ് ബ്ലാസ്റ്റേഴ്സ് കളിച്ചിരിക്കുന്നത്. 9 മത്സരങ്ങളിൽ നിന്നാണ് 17 പോയിന്റുമായി 2ാം സ്ഥാനത്ത് തുടരുന്നത്. കണക്കുകൾ ഒരു സൈഡിൽ അങ്ങനെ നിൽക്കുന്നു. കഴിഞ്ഞ 2 മത്സരങ്ങളിൽ ബ്ലാസ്റ്റേഴ്സിന് ജയിക്കാൻ സാധിച്ചിട്ടില്ല. വളരെ എളുപ്പത്തിൽ ബ്ലാസ്റ്റേഴ്സ് സെറ്റ് പീസുകളിൽ നിന്നും ഗോളുകളും വഴങ്ങുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ചെറിയ മാറ്റങ്ങൾ നടത്തേണ്ടിയിരിക്കുന്നു. ആ മാറ്റങ്ങൾ എന്തൊക്കെയെന്ന് ഒന്ന് നോക്കാം. നിലവിൽ പരിക്ക് കാരണം 1-2 താരങ്ങൾ പുറത്താണെങ്കിലും മികച്ച സ്ക്വാഡ് തന്നെയുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്. ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ ഇവാൻ യൂക്കോമനോവിച്ചും താരങ്ങളെ ശരിയായി പരീക്ഷിക്കാതെയും ശരിയായ സബ്സ്റ്റിറ്റ്യൂഷനുകൾ നടത്താതെയും പഴഞ്ചൻ അടവുകൾ തന്നെ മാറ്റി മാറ്റി പരീക്ഷിച്ച് പാളുന്ന അവസ്ഥയാണ്. ഈ ഒരു നില തുടരുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ISLൽ അധികം മുന്നോട്ട് പോകില്ല. ഈ ഒരു സീസണിൽ വലിയ മികച്ച പ്രകടനമൊന്നും നടത്താത്ത ടീമുകൾക്കെതിരെ വിജയിച്ചു എന്നതല്ലാതെ ശക്തരായ ടീമുകൾക്കെതിരെ ബ്ലാസ്റ്റേഴ്സിന് ജയിക്കാൻ സാധിച്ചിട്ടില്ല. പിന്നെ ആകെ മികച്ച പ്രകടനം നടത്തി കയറി വരുന്ന ഒഡീഷ FCയുമായി വിജയിച്ചു എന്നതാണ്. കഴിഞ്ഞ 9 മത്സരങ്ങളിലെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ ബ്ലാസ്റ്റേഴ്സ് നടത്തേണ്ട മാറ്റങ്ങൾ പ്രധാനമായും പ്രതിരോധ നിരയിലാണ്. മികച്ച പ്രതിരോധ താരങ്ങളുള്ള ബ്ലാസ്റ്റേഴ്സ് അവരെ ഒരുമിച്ചിറക്കാതെ ടീമിന്റെ കരുത്ത് കുറയ്ക്കുകയാണ്. പ്രിതം കോട്ടാൽ, പ്രബീർ ദാസ്, മിലോസ് ലെസ്കോവിച്ച് എന്നീ ശക്തരായ 4 പ്രതിരോധ താരങ്ങളെയും ആദ്യ 11ൽ തന്നെ ഇറക്കണം. സബ്സ്റ്റിറ്റ്യൂഷൻ വേണ്ടി വന്നാലും ഹോർമിപ്പാം റുയിവ, സന്ദീപ് സിംഗ് എന്നിവർ ഉണ്ട് താനും. അതുപോലെ പ്രിതം കോട്ടാലിനെ റൈറ്റ് ബാക്കിൽ നിന്നും പിൻവലിച്ച് സെന്റർ ബാക്കിലേക്ക് തന്നെ തിരികെ കൊണ്ടുവരിക. പ്രബീർ ദാസിനെ റൈറ്റ് ബാക്കിലും തിരികെ എത്തിക്കുക. അതുപോലെ തന്നെ മുന്നേറ്റ നിരയിൽ നിന്നും പെപ്രയെ ഒഴിവാക്കി ഇന്ത്യൻ മുന്നേറ്റ താരം ഇഷാൻ പണ്ഡിതയ്ക്ക് അവസരം നൽകുക. പെപ്രയ്ക്ക് മത്സരത്തിന്റെ അവസാന 20 മിനിറ്റ് കൊടുത്താൽ മതിയാകും. എതിർ ടീമിന്റെ താരങ്ങളെ പ്രസ് ചെയ്ത് കൂടുതൽ പ്രഷർ ചെലുത്താൻ ഇത് സഹായിക്കും. അതുപോലെ ആദ്യ 11ൽ ഡയസൂക്ക സക്കായിയെയും കളിപ്പിക്കുക. രാഹുൽ KPയെ മധ്യനിരയിലും മുന്നേറ്റ നിരയിലും ആവശ്യം പോലെ പരീക്ഷിക്കണം. അല്ലാതെ മത്സരം അവസാനിക്കാൻ നിമിഷങ്ങൾ ഉള്ളപ്പോൾ ചറപറ സബ്സ്റ്റിറ്റ്യൂഷനുകൾ നടത്തിയിട്ട് കാര്യമില്ല. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നത് കമന്റ് ആയിട്ടൊന്ന് പറയുക. കൂടുതൽ ISL അപ്ഡേറ്റുകൾക്കായി ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.